प्रणवो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। गमागमस्तं गमनादिशून्यं चिद्रूपदीपं तिमिरापहारं पश्यामि ते सर्वजनान्तरस्थं नमामि हंसं परमात्मरूपम्। ओम गम गणपतये नमः, सं सरस्वत्यै नमः, गुं गुरुभ्यो नमः। ध्याये सदा हृदयभङ्गजसन्निविष्टं वेदान्तयोगपरिनिष्ठितराजहंसं सन्न्यासधर्मपरिपूरकपुण्यरूपं नित्यानन्दात्मकेदिं जगदात्ममूर्तिम्। ओम ऐं ह्रीं क्लीं चामुण्डायै विच्छे। അമൃതാത്മാക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ ഭാഗവത ധർമ്മം വരെയുള്ളതായ സന്ദർഭങ്ങളാണ് കണ്ടത്. ലോകത്തിൽ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കാൻ വന്നിട്ടുള്ളവർക്ക് ആശാവഹമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഭാഗവത ധർമ്മത്തെ വേണ്ട തരത്തിൽ അനുഷ്ഠിക്കുകയാണ്. ആ അനുഷ്ഠാനത്തിലൂടെ ഭഗവാന്റെ പാദമൂലങ്ങളെ വേണ്ട തരത്തിൽ ആശ്രയിക്കാനും സർവാശ്രയഭൂതനായ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ജീവിതായോധനത്തിൽ വിജയം വരിക്കാനും കൃതാർത്ഥത ഉണ്ടാക്കി തീർക്കാനും സാധിക്കും എന്ന് ഉള്ള സന്ദർഭം നമ്മൾ കണ്ടുപോകുന്നു. അതിനുശേഷം ഭഗവാനാണെങ്കിലും തൻ്റെ അവതാര ദൗത്യമൊക്കെ നിർവഹിച്ചതിന് ശേഷം ഏതാണ്ട് 125ഓളം വർഷക്കാലം ദിവ്യമായ ലീലകളെയൊക്കെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് തിരിച്ചു പോകാൻ തുടങ്ങുന്നതായ സന്ദർഭം. ഈ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ തന്നെ വിഭൂതികളായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അതുപോലെ തന്നെ മഹാരഥന്മാരായിരിക്കുന്ന യോഗീശ്വരന്മാരും എല്ലാവരും തന്നെ ഭഗവാനെ പോയിട്ട് ദർശിക്കാനായിട്ട് പോകുന്നുണ്ട്. ഭഗവാനെ സ്തുതിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങയുടെ അവതാരം കൊണ്ട് നിർവഹിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ വേണ്ട തരത്തിൽ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ദുഷ്ടന്മാരുടേതായ നിഗ്രഹവും ശിഷ്ടപരിപാലനവും ആ ധർമ്മത്തെ ശിഷ്ടന്മാരായിരിക്കുന്ന ആൾക്കാരിൽ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായ കാര്യങ്ങളുമെല്ലാം നിർവഹിച്ചതിന് ശേഷം അങ്ങ് ഇവിടെ നിന്ന് അന്തർധാനം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു എന്നുള്ള തരത്തിൽ ഭഗവാനെ സാരഗർഭമായ തരത്തിൽ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അത്തരത്തിലുള്ളതായ സ്തുതികളൊക്കെ ചെയ്ത് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഉദ്ധവനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാൻ അന്തർധാനം ചെയ്യാൻ പോകുന്നു എന്ന കാര്യം. അത് കേട്ടതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ വൈഷമ്യമായി. അപ്പോൾ ജീവിതത്തിൽ അറിവ് വെച്ച കാലം തൊട്ടിട്ട് ഭഗവാനുമായിട്ട് മേളിച്ച് സഞ്ചരിക്കുന്നതായ സന്ദർഭമാണ് ഉദ്ധവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഭഗവാൻ കൊടുക്കുന്നതായ പ്രസാദം സ്വീകരിച്ചുകൊണ്ട്, അതുപോലെ ഭഗവാൻ ഉടുത്തു ഉപേക്ഷിച്ചതായ വസ്ത്രം ധരിച്ചുകൊണ്ട്, ആ മാല്യങ്ങളെയൊക്കെ ശരീരത്തിന് അലങ്കാരമായിട്ട് സ്വീകരിച്ചുകൊണ്ടൊക്കെ ഭഗവാനിൽ തന്നെ ചിത്തസമർപ്പണം ചെയ്തുകൊണ്ടിട്ടാണ് ഉദ്ധവസ്വാമികളും കഴിഞ്ഞുകൂട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന. അപ്പോൾ ജീവിതത്തിൽ നമ്മളും ഓരോ തരത്തിലുള്ളതായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലിരിക്കുന്നതെങ്കിലും ലോകത്തിന് ആധാരശക്തിയായ ഭഗവാന്റെ വിഭൂതിയാണ് തൻ്റെ ജന്മമായാലും തൻ്റെ ലീലകളായാലും എന്നുള്ള തരത്തിൽ മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്നവർക്ക് സ്വസ്ഥചിത്തന്മാരായിട്ടിരിക്കാൻ സാധിക്കും. അതല്ലെങ്കിലോ ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോപി ജനവാൻ അസ്മി കോന്യോസ്തി സദൃശോമയ എന്നുള്ള തരത്തിൽ അഹം വൃത്തിയുടേതായ വിജൃംഭണമുണ്ടാകാനായിട്ടിടയാവുന്ന. അഹം വൃദ്ധിക്കനുസരിച്ചിട്ട് വിജൃംഭണമുണ്ടായിക്കഴിഞ്ഞാലോ ചെയ്യുന്നത് മുഴുവൻ ഞാനാണെന്ന് വരും. ആ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തിരിച്ചു കിട്ടുന്നത് എന്താണെങ്കിലും എൻ്റേതാണെന്ന് വരും. അതനുസരിച്ചിട്ട് ദിക്കതമായ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുചിതമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. വീണ്ടും വിധികർത്തവ്യധാമൂഢന്മാരായിട്ട് തീരുകയും ചെയ്യുന്ന. ഇനി എന്താണെന്നറിയാതെ കണ്ടിട്ട് ഒരന്തരാളത്തിൽ പെട്ടിട്ട് ഇവിടുന്ന് പോകേണ്ടതായ സംഗതി വിശേഷമാണ് അഹംവൃത്തിയോട് കൂടിയതായിരിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്നതെന്ന്. അപ്പം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ
തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ വരദ നാരായണായ നമ എന്നാണല്ലോ ഭഗതന്മാർ പ്രാർത്ഥിക്കാറുള്ളത്. ഭഗവാന്റെ ആ ഒരു ഭാവം തന്നെയാണ് ജീവോ ബ്രഹ്മൈവ നാപര, ജീവസ്വരൂപേണ തൻ്റെ ഉള്ളിലിരിക്കുന്നതെന്നും കാലസ്വരൂപനായിരിക്കുന്നത് ഭഗവാന്റെ മായാവലംബമായിരിക്കുന്ന ശക്തി വിശേഷമാണെന്നും അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് അന്യമായിരിക്കുന്നൊരു ജീവിതമോ അന്യമായിരിക്കുന്നൊരു പ്രവർത്തനമോ അത്തരത്തിലുള്ളതായ സന്ദർഭങ്ങളോ തനിക്കില്ല എന്നും ബോധിച്ചുകൊണ്ട് ഭഗവാന്റെ കൈങ്കര്യക്കാരനായിട്ടിരിക്കുന്നതോടു കൂടിയിട്ടാണ് പൂർണ്ണവും പുഷ്കലവുമായിരിക്കുന്ന ആ വികാസം ഒരു മനുഷ്യനെ ഉണ്ടാക്കി തീർക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഉദ്ധവസ്വാമികളും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. തന്മനസ്ക തദാലാപ തന്നിഷ്ഠ തത്പരായണ, ആ ഒരു പരമമായിരിക്കുന്ന അയനം പ്രാപ്യസ്ഥാനം ഭഗവാൻ തന്നെയാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ അന്തർധാനം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, അങ്ങ് പോകുന്നതായ അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ലോകത്തിൽ ഞാൻ ഇരിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണേ, അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഉദ്ധവസ്വാമികൾ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണെങ്കിലും ഗഹന കർമ്മണോ ഗതി, നമ്മൾ ഇത്രയും പേരിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും മനുഷ്യരെന്നുള്ളതായ ഭാവമുണ്ടെങ്കിലും മനോരഥങ്ങൾ വേറെ വേറെയാണ് എന്നറിയാം. ആ മനോരഥത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും എന്നത് വസ്തുതയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മഗതി അനുസരിച്ച് അവരാർജിച്ച് വെച്ചിട്ടുള്ളതായ കർമ്മങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അനന്യമായ ഭാവനയോട് കൂടിയിട്ട് ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടുമാണ് ലോകത്തിൽ വിശേഷ ബുദ്ധിയുള്ളതായ മനുഷ്യജന്മം ഓരോരുത്തരും വാസ്തവത്തിൽ സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ ഭവപ്രത്യന്മാരായിരിക്കുന്ന ആൾക്കാർ വിവേകാനന്ദ സ്വാമികളെ പോലെയോ രമണ മഹർഷിയെ പോലെയോ അതുപോലെ രാമകൃഷ്ണ പരമഹംസനെ പോലെയോ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിലോ അവർക്ക് ഈ ലോകത്തിൽ വാസ്തവത്തിൽ ഒന്നും ചെയ്യാനായിട്ടില്ലെങ്കിലും ഭഗവാനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് അനുരണനം ചെയ്തുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ചെയ്യുക എന്നുള്ളതായ ഭാവമാണ് അവർക്കുള്ളതെന്ന്. അപ്പം അതുകൊണ്ട് അവരെ ഭവപ്രത്യന്മാർ എന്ന് പറയും. സാധാരണക്കാരായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മഗതി അനുസരിച്ചിട്ടേ നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പഠിച്ച ആ കർമ്മങ്ങൾക്കും വിദ്യകൾക്കും അനുസരിച്ചിട്ട് ചേഷ്ടിക്കാനുള്ളതായ ഒരു ക്രീഡാരംഗം വേണം. അതായിട്ടാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളതെന്ന്. അപ്പം ആ ഒരു വിശേഷ ബുദ്ധിയോട് കൂടിയിട്ടിരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഭഗവതാകാരവർത്തിയെ ചെയ്യാനും അനുസ്മരിക്കാനും ഒരു തരത്തിലുള്ളതായ തടസ്സവും വാസ്തവത്തിലുണ്ടാവുകയില്ല. അതല്ലെങ്കിലോ അതനുസരിച്ചിട്ട് ഭഗവാനെ വിചാരിക്കാൻ മാത്രം തടസ്സമായിരിക്കും സാർവത്രികമായിട്ടെന്ന്. ഒരു സത്സംഗമായാലും ഈശ്വര സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങളായാലും അതുമാത്രമേ നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചെങ്കിലേ ജീവിതം നടക്കുകയുള്ളൂ എന്നുള്ള തരത്തിൽ നമ്മൾ അതിൽ വ്യാപരിക്കുന്നവരായിട്ട് തീരുന്ന. അപ്പോൾ കല്യാണത്തിന് വേണ്ടതായ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഗുരുവായൂർ ചെല്ലുമ്പോഴാണ് വിചാരിക്കുന്നത്, അയ്യോ താലിമാല എടുക്കാനായിട്ട് മറന്നുപോയി എന്ന്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അസ്വസ്ഥതയായിന്ന്. അതുപോലെ തന്നിൽ താനായിരിക്കുന്ന ഈശ്വരനെ മറന്നിട്ട് ലോകത്തെ വെട്ടിപ്പിടിക്കാനും അതുപോലെ ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും ചോറും ഒക്കെ ആയിട്ട് ദിവസവും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വ്യാപരിച്ചിട്ടാണ് സാധാരണ ആൾക്കാർ ജീവിക്കുന്നത്. അപ്പം ചർവിണമായിട്ട് ഒരു ദിവസം ചെയ്തതായ കാര്യങ്ങൾ മറ്റു ദിവസവും ചെയ്യുക എന്നുള്ള തരത്തിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് വസ്തുബോധത്തെ മറന്ന് ജീവിക്കേണ്ടതായ സാഹചര്യമാണ് സാധാരണയായിട്ട് ലോകത്തിനുണ്ടാവുക. അങ്ങനെ ആവരുത് മനുഷ്യ എന്ന് പഠിപ്പിക്കുകയും കൂടെയാണ്. ഏതായാലും ചിന്തിക്കുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ തൻ്റെ ദൗത്യം കഴിഞ്ഞ് ദാനപ്പെടുന്നെന്നും പോകുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ കർമ്മവാസനകൾ ക്ഷയിച്ചിട്ടില്ല, മനോവൃത്തികൾ ക്ഷയിച്ചിട്ടില്ല. അതുകൊണ്ട് അതനുസരിച്ചുള്ളതായ
കർമ്മകലാപങ്ങളുമായിട്ട് നിനക്ക് ജീവിക്കേണ്ടതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ സന്ദർഭത്തിൽ എന്തെല്ലാമാണോ എന്നിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്, ആ ഭാഗവതധർമ്മത്തെ വഴി പോലെ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക തന്നെയാണ് നീ ചെയ്യേണ്ടതെന്ന് പറയുക. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടതായ ഏതാണ്ട് ഊഷരഭൂമി പോലെയുള്ളതായ ഈ പ്രപഞ്ചത്തിലുള്ളതായ ആശയെ വിട്ടിട്ടിരിക്കാനായിട്ട് നീ പരിശ്രമിക്കുക. അതുമാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം അതിന് നിനക്ക് വിഷമമുണ്ടെങ്കിൽ അതിന് സുഗമമായിരിക്കുന്ന മാർഗവും ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നിവിടെ പറയുക. നിന്നിലാണല്ലോ ഈ ലോകമിരിക്കുന്നത്. അപ്പം നമ്മുടെ മനോരഥവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലോകമിരിക്കുന്നതെന്ന്. ഇപ്പം കാണുന്നതെല്ലാം ലോകമാണെങ്കിലും കാഴ്ചയ്ക്ക് അനുസരിച്ചുള്ളതായ വ്യത്യാസങ്ങൾ എല്ലാവർക്കുമുണ്ട് ലോകത്തിൽ. അതുകൊണ്ട് ഓരോരുത്തരുടെയും ലോകമെന്ന് പറയുന്നത് അവരുടെ ദൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായ ദൃഷ്ടിഭേദം കൊണ്ടിട്ടും വ്യാപാരം കൊണ്ടിട്ടും ഇരിക്കുന്നതായ നീ എന്നിലിരിക്കുന്നു എന്നുള്ളതായ വിചാരം വന്നു കഴിഞ്ഞാലോ നീയും നിൻ്റെ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്നിൽ ലീനമായിട്ട് തീരുന്നതോട് കൂടിയിട്ട് നീ നിരന്തരമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കുന്നവനായിട്ട് തീരും. അല്ലാതെ നിൻ്റേതായിട്ടൊരു പ്രവൃത്തി നിനക്ക് വാസ്തവത്തിലില്ല എന്നുള്ളതായ ഭാവത്തിലേക്ക് എത്താനായി സാധിക്കും. കാണുന്നത് എന്തും ഭഗവാന്റെ രൂപാന്തരങ്ങളാണോ എന്നുള്ള തരത്തിൽ ധരിക്കാനുള്ളതായ വിശേഷ ബുദ്ധിയും നിനക്കുണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഭാവന നീ എന്നിലിരിക്കുന്നു എന്നുള്ളതായ ഭാവന ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം സുഗമമായിട്ട് തീരുന്ന. ആചാര്യന്മാരൊക്കെ നമ്മളോട് പറയും, കൃതം കിമപി നൈവസ്യാദിതി സഞ്ചിന്യ തത്വതഃ യഥാ യത്കർത്തുമായാതേ തത്കർത്താസേ യഥാസുഖം. നിനക്ക് വാസ്തവത്തിൽ ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. വീണ്ടും എപ്പോഴെന്താണോ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഊണ് കഴിയാണോ കൈ കഴുകി സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അതുപോലെ വരുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ സംഭവിക്കുന്നുണ്ട്? വിളിച്ചിട്ട് വിഷവുമില്ല. ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു വ്യക്തി കൃത്യമായ സന്ദർഭത്തിൽ ഉണർവുണ്ടാവും. അത് ഭഗവാൻ വാസ്തവത്തിൽ നിർവഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേണം എണീക്കാനായ ബോധം മാത്രമേ സന്ദർഭത്തിൽ ചിത്തകിശോരനായ ഭഗവാന്റെ സാന്നിധ്യം ആ ഹൃദയകമലത്തിൽ വേണ്ട തരത്തിൽ വിളങ്ങാനായിട്ടിടയാവും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് ജീവിതത്തെ നമ്മൾ വേണ്ട തരത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പ്രവർത്തകരായിട്ട് തീരും നമ്മൾ ഓരോരുത്തരും. അപ്പം അങ്ങനെ അബദ്ധമാണോ ചെയ്യുന്നത് സുബദ്ധമാണോ ചെയ്യുന്നത് പോലും ചിന്തിക്കാതെ കണ്ട് നിത്യനിരന്തരമായ സൗഖ്യത്തെ അനുഭവിക്കാനുള്ളതായ ആ ഒരു സന്ദർഭം ഉണരുന്ന ധർമ്മത്തെ തന്നെ ചെയ്യാനായി കഴിഞ്ഞാൽ ഭഗവാന്റെ കൈകരിക്കാനാണെന്നുള്ള അവബോധം വരും. ചെയ്യുന്ന ജോലി എന്ത് തന്നെയാണെങ്കിലും അത് കൃത്യമായിട്ട് നിർവഹിക്കാനുള്ളതായ ഭാവമുണ്ടാവും. അതല്ലാതെ കണ്ട് ഞാൻ എത്ര കാലമായി ഇതൊക്കെ ചെയ്യുന്നു, ഈ ചോറും കറികളുമൊക്കെ വെച്ചുകൊണ്ട് ജീവിതം ഈ തരത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണോ, എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്നുള്ളതായ ആലസ്യത്തോടു കൂടിയിട്ടും ആ വിപരീത ഭാവനയോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ എണീക്കുന്നതെങ്കിലോ അതോടു കൂടിയിട്ട് ജീവിതം അസ്വതന്ത്രമായിട്ട് തീരും അന്നത്തെ ജീവിതം. പക്ഷേ അങ്ങനെയല്ല. ആ ഭർത്തൃഭാവനയോട് കൂടിയിട്ടും വൃദ്ധഭാവനയോട് കൂടിയിട്ടും കുട്ടികളുടെ രൂപത്തിലും എന്ന് വേണ്ട അതിഥികളുടെ രൂപത്തിലും ജന്തുജാലങ്ങളുടെ രൂപത്തിലും എല്ലാം സൃഷ്ടിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ്. അവർക്ക് വേണ്ട നൈവേദ്യമാണ് ഞാൻ വാസ്തവത്തിൽ ഒരുക്കുന്നതെന്നുള്ളതായ വിശേഷ ഭാവന ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിച്ചാലോ ആ കാര്യത്തിൽ ഉത്സാഹമായിരിക്കും ഉണ്ടാവുക. അത് പുഷ്ടിപ്പെടുന്നതോടു കൂടിയിട്ട് ആ പാചക കലയായിട്ട് തീരുകയും അതിലൂടെ ഭഗവത് സേവ ചെയ്യുന്നവരായിട്ടും തീരും. അവർ ഓരോരുത്തരും അത് അശിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തിലുണ്ടാവുന്നതായ സന്തോഷം ഒരു കൃതാർത്ഥതയെ നമുക്ക് പ്രദാനം ചെയ്യുന്ന
നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേണ്ട തരത്തിലായിട്ടുണ്ട് എന്നവർ പറയാതെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഇപ്പം ഇങ്ങനെ ഏതു വേലയാണെങ്കിലും ജീവിതത്തിൽ സമാജവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന സമയത്ത് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉത്സാഹവും സാഹസവും ധൈര്യവും ബുദ്ധിയും ശക്തിയും പരാക്രമവും പോരാ ഇനിയും ചെയ്യണമെന്നുള്ളതായ ഭാവമൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ജീവിതത്തിൽ സദാ സന്തുഷ്ടചിത്തനായിട്ടിരിക്കാനായിട്ട് കഴിയും. ആ ഒരു ഭാവനയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയണം. നീയും അങ്ങനെ വേണം പ്രവർത്തിക്കാനായിട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഏതായാലും ഇത്തരത്തിലുള്ളതായ ഉപദേശങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെ അതേപടി ധരിക്കാനുള്ളതായ ചിത്തസംസ്കാരം എനിക്ക് വന്നിട്ടില്ല എന്നും സന്യാസിമാർക്കൊക്കെ ഉപദേശിച്ച് കൊടുക്കുന്ന തരത്തിലാണല്ലോ വാസ്തവത്തിൽ പറയുന്നത്. അതിനെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടൊന്ന് ലഘൂകരിച്ചിട്ട് കാര്യങ്ങൾ പറിച്ചു തന്നു കഴിഞ്ഞാൽ അതിനെ ഞാൻ സ്വീകരിക്കാൻ ശ്രമിക്കാമെന്നുള്ള തരത്തിൽ ഇവിടെ ഉദ്ധവസ്വാമികൾ ഭഗവാനോട് പറയുക. അതോടുകൂടിയിട്ട് തൻ്റേതായ പൂർവാവതാരമായിരിക്കുന്ന ആ അവധൂതൻ്റെ ദത്താത്രേയൻ്റെയും അതുപോലെ തന്നെ യദുചക്രവർത്തിയുടെയും ഒരു സംവാദത്തിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയാണെന്ന്. ലോകത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സ് അല്ലെങ്കിൽ ഉണരുന്ന സമയത്ത് മനോവൃത്തികൾ നിർമ്മലമായിരിക്കും, ഏകാഗ്രമായിരിക്കുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയുള്ളതായ മനോവൃത്തികൾ ശുദ്ധമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനോവൃത്തികളെ അനുസന്ധാനം ചെയ്യുന്നതായ ഒരു ശീലമുണ്ടെങ്കിൽ അവൻ്റെ അന്ധകരണം തന്നെ അവന് ഗുരുവായിട്ട് വരുന്ന മലീമസമായിരിക്കുന്ന മനോവൃത്തികളോട് കൂടിയിട്ട് ലോകത്തിലിരിക്കുകയും പലതരത്തിലുള്ളതായ ചിന്താപദ്ധതിയോട് കൂടിയിട്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സഹസ്രനാമം ജപിച്ചാലതൊന്നും അങ്ങോട്ട് ഏക്കില്ല. നാമം ജപിച്ചാലും അതിൻ്റേതായുള്ള ശക്തി ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഉത്തമമായ ഗ്രന്ഥത്തിൽ പറയുന്നതായ ആശയങ്ങളാണെങ്കിൽ അതേപടി നമുക്കങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. പിന്നെയോ ശുദ്ധമായ അന്ധകരണത്തോടുകൂടി ഈ ലോകജീവിതത്തിൻ്റെ സ്വഭാവവുമൊക്കെ ഇത്രയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നതായ ഭാവം നമുക്കുണ്ടെങ്കിൽ ഉണർന്ന അന്ധകരണത്തോടുകൂടി ഇവരായിട്ട് തീരുന്ന. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ അന്ധകരണം തന്നെ വാസ്തവത്തിൽ ഗുരുവായിട്ട് തീരും എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഇവർ തമ്മിലുള്ളതായ സംവാദത്തെ ഇവിടെ പറയുന്നു. ഇപ്പം ദത്താത്രേയ മഹർഷിയാണെങ്കിലും ലോകത്തിലുള്ളതായ ഒരു കാര്യത്തെയും അപലംബിക്കാതെ കണ്ടിട്ട് സദാ സന്തുഷ്ടചിത്തനായിട്ടിരിക്കുന്നുണ്ട്. സൗഷ്ഠവമായ ശരീരം, അതുപോലെ തന്നെ പ്രസന്നമായിരിക്കുന്ന മുഖകമലം, ആനന്ദതുന്തലമായിരിക്കുന്ന ചേതോവികാരം, ഇതോടൊക്കെ കൂടിയിട്ടിരിക്കുന്നതായ കാഴ്ച യദുചക്രവർത്തി കണ്ടുവെന്ന്. ഇപ്പോൾ ലോകത്തിൽ നമ്മളെല്ലാവരും പണിയെടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, നേട്ടമുണ്ടാകാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം അങ്ങനെ പലതുമൊക്കെ സമ്പാദിച്ചാലും ആ സമ്പാദ്യത്തിലൂടെ യഥാർത്ഥമായ സമ്പാദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും ദുഃഖോദർക്കങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുന്നതായിട്ട് കാണാമെന്ന്. അപ്പോൾ അത്തരത്തിലുള്ളതായ ദുഃഖോദർക്കങ്ങളിൽ നിന്നും കരകയറാൻ കഴിയാതെ കണ്ടിട്ട് ഭൂരി ദുഃഖം അനുഭവിച്ചുകൊണ്ട് ലോകവുമായിട്ട് ബന്ധപ്പെട്ട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങാണെങ്കിലോ ലോകവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു അപേക്ഷയും ഇല്ലാതെ കണ്ടിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ അങ്ങക്ക് സാധിക്കുന്നു? ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരാനുള്ളതായ ആ ഒരു ഭാവം അങ്ങ് ചെയ്യണേ എന്ന് യദുചക്രവർത്തി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതോടുകൂടിയിട്ട് ആ ജിജ്ഞാസയോടുകൂടി വരുന്നതായ ആൾക്കാർക്ക് അവരുടേതായ ആർത്തി തീർത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ കർത്തവ്യമാണ്. ഭഗവത് ആകാരവൃത്തിയോട് കൂടിയിട്ട് ജീവിക്കുന്നതായ മഹാത്മാക്കളുടേതായ കർത്തവ്യമാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് അദ്ദേഹം വേണ്ട തരത്തിലുള്ളതായ മറുപടിയും കൊടുക്കുന്നതായിട്ട് കാണാം. ലോകത്തിൽ സാധാരണ ജീവന്മാരെ പോലെ തന്നെ ജനിക്കുകയും ജീവിക്കുകയും പലതരത്തിലുള്ളതായ അനുഭവങ്ങളോടുകൂടി ഇരിക്കുകയുമൊക്കെ ചെയ്ത സന്ദർഭത്തിൽ ലോകത്തെ വേണ്ട തരത്തിൽ നോക്കിക്കാണാനായിട്ടും ലോകത്തിന് ആധാരശക്തിയായ ആ ഈശ്വരാകാരവൃത്തി ഉണ്ടാക്കി തീർക്കാനായിട്ടും സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ലോകബാഹ്യനായിട്ട് ലോകത്തിലിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് കാണിക്കും. അതിന് ഈ ലോകം തന്നെയാണ് എനിക്ക് ഗുരുവായിരിക്കുന്നത് എന്ന് കാണിക്കാം.
അപ്പോൾ ലോകത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. അവരിൽ നിന്നൊക്കെ എനിക്ക് പല പാഠങ്ങളും പഠിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു. ആ പാഠങ്ങളാണ് വാസ്തവത്തിൽ ഉത്തമമായിരിക്കുന്ന ജീവിതത്തിന് സന്തോഷ പരമോ ലാഭ എന്നുള്ളതായ ഭാവത്തിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത് എന്നും പറയാം. അപ്പോൾ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാലോ ഭൂമിയും പർവ്വതവും അതുപോലെ തന്നെ വൃക്ഷവും വായുവും ആകാശവും ജലവും അഗ്നിയും ഇത്തരത്തിലുള്ള പ്രപഞ്ച ശക്തികളെ തന്നെയാണ് വാസ്തവത്തിൽ ഗുരുവായിട്ട് ഇദ്ദേഹം വരിച്ചിട്ടുള്ളതെന്നും കാണിക്കുന്നു. അപ്പം ഭൂമിയെ എടുത്തു നോക്കൂ. ഭൂമി വാസ്തവത്തിൽ സർവകാമധുഗാണാണ്. ലോകത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിനെയെല്ലാം പ്രദാനം ചെയ്യുകയും അവർ ചെയ്യുന്നതായ ഏതു കാര്യങ്ങളാണെങ്കിലും അതിനെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ക്ഷമയാ ധരിത്രി, ആ ക്ഷമയോട് കൂടിയിട്ടല്ലേ ഭൂമി സാർവത്രികമായിട്ട് നിലകൊള്ളുന്നതെന്ന്. ഇപ്പോൾ ജനിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും മനോരഥത്തിനനുസരിച്ച് സഞ്ചരിക്കാനായാലും ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും അതെല്ലാം ഭൂമിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കുന്നതെന്ന്. എത്ര പീഡിപ്പിച്ചാലും അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മക്കളെ എങ്ങനെയാണോ മാതൃത്വം സംരക്ഷിക്കുന്നത് അതുപോലെ ആ ഭൂമിദേവി നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ലേ എന്ന്. അപ്പം ആ മാതൃഭാവന വാസ്തവത്തിൽ ആ ക്ഷമ എന്ന് പറയുന്നതായ ഭാവം നമുക്ക് ഭൂമിയിൽ ദേവിയിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിയുന്ന. അപ്പോൾ ജീവിതത്തിൽ എങ്ങനെയായാലും ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളാണ് ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്നത് എന്നുള്ള തരത്തിൽ ചിന്തിക്കുകയും ആ പ്രതിഷേധമായിട്ട് ലോകത്തോട് പെരുമാറുകയും വ്യക്തികളോട് പെരുമാറുകയുമൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ലോകജീവിതം ദുസ്സഹമായിട്ട് തീരുന്നത്. അപ്പം അത്തരത്തിലുള്ളതായ സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിലോ ക്ഷമ എന്ന് പറയുന്നതായ ആയുധം നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം എന്ന്. എന്തെല്ലാം വലിച്ചെറിഞ്ഞാലും എന്തെല്ലാം തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്താലും അതിനെയൊക്കെ സ്വീകരിച്ചിട്ടും സംരക്ഷിക്കാനുള്ളതായ ഭാവം ഭൂമിദേവിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് ആ ഒരു ഭാവനയിൽ നിന്നും ക്ഷമ എന്ന് പറയുന്നതായ ഗുണപരമായ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ സർവ്വവിധമായ വിജയവും ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാനായിട്ട് കഴിയുന്ന. വീണ്ടും പർവ്വതത്തെ എടുത്തു നോക്കൂ. പർവ്വതത്തിൽ ഇല്ലാത്തതായിരിക്കുന്ന വിശേഷ ഭാവങ്ങളില്ലെന്നാണ്. ജീവനരസമായിരിക്കുന്ന നദികൾ പോലും പ്രഭവിക്കുന്നത് പർവ്വതത്തിൽ നിന്നാണ്. അതുപോലെ ഔഷധികളാണെങ്കിലും പ്രഭൂതമായിട്ട് വളർന്നു നിൽക്കുന്നതായിട്ട് കാണാം. എല്ലാ തരത്തിലുള്ളതായ ഗുണഗണങ്ങളോടും കൂടിയിട്ടിരിക്കുകയും ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുകയും ലോകത്തിന് വേണ്ട സർവ്വവിധമായ കാര്യങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതായ പർവ്വതത്തിന് ഇതെല്ലാം ചെയ്യുന്നവൻ ഞാനാണ് എന്നുള്ളതായ അഹങ്കാരമുണ്ടോയെന്ന് ഒരഹങ്കാരവുമില്ലാതെ കണ്ട് ഈ ലോകത്തെ സേവിക്കുന്നതായ പ്രഭുതയാണ് വാസ്തവത്തിൽ നമുക്ക് പർവ്വതത്തിൽ നിന്നും കാണാനായിട്ട് കഴിയുക. അപ്പോൾ അങ്ങനെ ലോകത്തിൽ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്യാനുള്ളതായ സന്ദർഭം ഒരു ജീവനുണ്ടാവുന്നുണ്ടെങ്കിൽ ഈശ്വരനാണ് തന്നെ അത് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ഈശ്വരൻ്റെ കൈങ്കര്യക്കാരാണ് താനെന്നും അതനുസരിച്ചിട്ട് ജനസേവനമാണ് തൻ്റെ ജീവിതം കൊണ്ടിട്ട് ലക്ഷ്യമാക്കേണ്ടതെന്നും ആ ജനങ്ങളിലും ലോകത്തിൽ സാർവത്രികമായിട്ട് ജീവോ ബ്രഹ്മൈവ നാപര ഈശ്വരൻ്റെ സാന്നിധ്യം തന്നെയാണ് വർദ്ധിക്കുന്നതെന്നും മനസ്സിലാക്കി വിശേഷ ഭാവനയോടുകൂടിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടമാകുകയില്ല. ലോകം മുഴുവൻ നമുക്ക് കരുതലാമലകം പോലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക എന്നതുപോലെ നമുക്ക് സ്വീകാര്യതയോട് കൂടിയിട്ട് നമ്മുടെ കർത്തവ്യത്തെ നിർവഹിക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് വാസ്തവത്തിൽ പർവ്വതത്തിൽ നിന്നും പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളതായ പാഠം എന്നും അദ്ദേഹം ഈ ചക്രവർത്തിയോട് പറയുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വൃക്ഷത്തിൻ്റെ കാര്യം എടുത്ത് നോക്കൂ. വൃക്ഷമാണ് വാസ്തവത്തിൽ നമുക്ക് വേണ്ടത് സർവസ്വവും തന്നുകൊണ്ടിരിക്കുന്നത്. ഔഷധമായാലും അതുപോലെ തന്നെ ആഹാരമായാലും തണലായാലും ഓക്സിജനായാലും എന്നു വേണ്ട കെട്ടിടങ്ങൾ പണിയാനുള്ളതായ സംവിധാനങ്ങളായാലും വിറകായിട്ടും എന്നു വേണ്ട സമൂലമായിട്ട് വൃക്ഷം നമ്മളെ സേവിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നതെന്ന്. അപ്പം അത് സ്വീകരിക്കുന്നതോ നമ്മൾ ഉച്ഛ്വസിക്കുന്നതായ വായുവിനെ കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ അത് സ്വീകരിക്കുന്നുണ്ട്. വലിച്ചെറിയുന്നതായ പദാർത്ഥങ്ങളെ അത് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളതായ
ആ കാര്യങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് അഴുക്കുവെള്ളമാണെങ്കിൽ അതിനെയും സ്വീകരിക്കുന്നുണ്ട്. അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം അത് സജീവമായ സാന്നിധ്യത്തെ ചെയ്തുകൊണ്ട് ലോകത്തെ സേവിക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത്. പരോപകാരാർത്ഥപ്രദമായിരിക്കുന്ന കാര്യങ്ങളല്ലേ വൃക്ഷം സദാപി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം ആ വൃക്ഷത്തെ നമുക്ക് പാഠമാക്കാനായിക്കൊണ്ട് കഴിയണം. പരോപകാരായ വഹന്തി നദ്യഃ. നദികൾ ഒഴുകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ലോകത്തിന് വേണ്ടിയിട്ടാണ്. പരോപകാരായ ദുഹന്തി ഗാവഃ. പശുക്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് പാലിനെ പ്രദാനം ചെയ്യുന്നത്? അതുപോലെ തന്നെ ഫലോപകാരായ ഫലന്തി വൃക്ഷഃ. വൃക്ഷങ്ങൾ ഫലിക്കുന്നത് ആൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതം ശരീരമപി. ശരീരധാരികളായ വിശേഷബുദ്ധിയോടുകൂടിയിരിക്കുന്നതായ നമ്മളാണെങ്കിലും പരോപകാരാർത്ഥമിതം ശരീരം. ഈ ശരീരം പരോപകാരാർത്ഥപ്രദമായിട്ട് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ശീര്യതേ ഇത് ശരീരഃ. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്നതായി ശരീരത്തിൽ ഇരുന്നു കൊണ്ടും പല കാര്യങ്ങളും നമുക്ക് ലോകത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ചെയ്യുന്നതിന് ഫലമായി കൃതാർത്ഥതയോടുകൂടിയിട്ട് ആനന്ദതുന്തിലമായിട്ട് ലോകജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് വൃക്ഷങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നില്ലേ എന്ന്. ഇതെല്ലാം നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളുടേതായ ജീവിതം നായയുടെ പാലൊക്കെ പിടിച്ചിട്ട് കുഴലിട്ടാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണെന്ന്. അപ്പോൾ കുഴലിടുന്ന സമയത്ത് അത് ഓർന്നു എന്നൊക്കെ വിചാരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ അതെടുത്തു കഴിഞ്ഞാലോ തഥൈവ എന്നുള്ള തരത്തിലിരിക്കും. അപ്പം അങ്ങനെ ആയാൽ മതിയോ എന്ന് സ്വയം നിരൂപിക്കാൻ കഴിയുന്നവരുടെ അന്ധകരണം ശുദ്ധമായിട്ട് തീരും. ശുദ്ധമായ അന്ധകരണത്തിൽ ഭഗവാന്റെ സാന്നിധ്യം വേണ്ട തരത്തിൽ വിളങ്ങും. ആ സാന്നിധ്യത്തിലാണ് കരചരണാദി അവയവങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അതുപോലെ തന്നെ കാണാനും കേൾക്കാനും അനുഭവിക്കാനുമുള്ളതായ സന്ദർഭങ്ങളുമൊക്കെ അത്തരത്തിലാണ് കിട്ടുന്നതെന്നും അതുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയാണ് ശരണം എന്നും ചിന്തിക്കാൻ യാതൊരു തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും വാസ്തവത്തിൽ നമുക്കില്ലെങ്കിലും ആ കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നവരായിട്ട് തീരും. അതുകൊണ്ട് അങ്ങനെയല്ല ജീവിക്കേണ്ടത്. പ്രപഞ്ചത്തിൽ നിന്നും ശരിയായിരിക്കുന്ന പാഠം നമുക്ക് പഠിക്കാനായിട്ട് കഴിയണം. അത് ഈ വൃക്ഷവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണിക്കും. വായുവിനെ എടുത്ത് നോക്കൂ. അതില്ലാതെ കണ്ടിട്ട് നമുക്ക് വർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം വായുവാണ് വാസ്തവത്തിൽ നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. പ്രശുദ്ധമായ വായു ശ്വസിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ലോകം നശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ശ്വസിക്കുന്നതായ സമയത്തിൽ ഉച്ഛ്വാസത്തോടു കൂടി വരുന്നതായ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വലിച്ചെറിയുന്നതായ വസ്തുക്കളിൽ നിന്ന് വമിക്കുന്നതായ ഗന്ധവും സുഗന്ധപൂരിതമായ കാര്യങ്ങൾ പുഷ്പങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചരിക്കുന്നതായ സന്ദർഭത്തിലുമെല്ലാം ആ ഗന്ധത്തിൻ്റേതായ സ്വഭാവത്തെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വായു സഞ്ചരിക്കുന്നുണ്ടെങ്കിലും സ്വച്ഛവും നിർമ്മലവുമായിട്ട് സഞ്ചരിക്കുന്ന ഭാവം നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ്. അപ്പം അങ്ങനെ കഴിയുന്നതിൻ്റെ ഫലമായിട്ടോ സ്വച്ഛവും നിർമ്മലവുമായ വായുവിനെ ശ്വസിച്ചുകൊണ്ട് ജീവനെ നിലനിൽക്കാനായിട്ട് കഴിയും. ദുഷിച്ച ഗന്ധമുള്ളിടത്തൂടെ പോകുന്ന സമയത്ത് നമ്മൾ മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും. അത് എത്ര നേരം നമുക്കിരിക്കാനായി സാധിക്കും? അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ളതായ ഒരു തീവ്ര ശ്രമത്തിൻ്റെ ഫലമായി ശുദ്ധവായുവിൻ്റെ അവിടെ ചെല്ലുമ്പോഴോ ആ അടക്കി പിടിച്ചതായ ആ ഒരു സന്ദർഭത്തെയും കൂടി അതിക്രമിക്കത്തക്ക തരത്തിൽ വായുവിനെ സ്വീകരിച്ച് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ എന്ന്. ഇപ്പോൾ ലോകജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും കഴിഞ്ഞുകൂടുന്നതും. അതൊരു പ്രശ്നമായിട്ട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. ഒരു നിമിഷ നേരത്തെ അത്തരത്തിലുള്ളതായ സാഹചര്യങ്ങളുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അതിനെ വിട്ടിരിക്കാനുള്ളതായ ശീലം നമുക്കുണ്ടാക്കി തീർക്കാൻ കഴിയണം. അപ്പം അങ്ങനെ ജീവിക്കുന്നവർ മാത്രമേ ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ എന്ന്. ശരീരം എടുത്തു കഴിഞ്ഞാൽ അത് ജീർണിച്ചു കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് ആ പ്രതിഭാസത്തിനനുസരിച്ചുള്ളതായ ക്ലേശങ്ങൾ ജീവന് ശരീരത്തിൽ ഇരിക്കുന്നവൻ എന്നുള്ള തരത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും.
അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതായ സാഹചര്യമുണ്ടാവും. അതൊക്കെ ക്ഷണികമായിട്ട് മാത്രമുള്ളതാണ്, സ്ഥായിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിനനുസരിച്ചിട്ട് വേണ്ടതിനെ സ്വീകരിക്കാനും അല്ലാത്തതിനെ ഉപേക്ഷിക്കാനും സ്വച്ഛമായ വായുവിനെ കണ്ടു പഠിക്കണം. അങ്ങനെ വേണം ജീവിക്കാനായിട്ടാണ്. അപ്പം ആ ഒരു ജീവിതത്തിലൂടെ ജീവിതത്തെ നമുക്ക് നിത്യമായ നിരന്തരമായ സൗഖ്യത്തെ അനുഭവിക്കത്തക്ക തരത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും എന്നും ഇവിടെ കാണിച്ചു തരിക. ഇപ്പോൾ ജലത്തെ എടുത്ത് നോക്കൂ. ജലമാണ് ജീവനരസമായിട്ടിരിക്കുന്നത്. അതിനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. ഒരു ദിവസം ചെടിക്ക് വെള്ളമൊഴിച്ചില്ലെങ്കിൽ നമുക്കറിയാം അത് അതിൻ്റെ പ്രാണനെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ പോകേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തീക്ഷ്ണവും രൂക്ഷവുമായ ഈ ചൂടൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില നമുക്കൊക്കെ അറിയാവുന്ന. അപ്പോൾ അതുകൊണ്ട് ജീവൻ നിലനിൽക്കുന്നു. എല്ലാ കാര്യത്തിനും ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള തരത്തിൽ ജനത്തെ വിനിയോഗിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് ശുദ്ധമായിട്ട് ഒഴുകുന്നതായ സ്വഭാവം നമുക്ക് കാണാം. അശുദ്ധമായ ജലമാണെങ്കിലും മണലിലൂടെയൊക്കെ ഒഴുകുന്ന സമയത്ത് അത് ശുദ്ധമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണാവുന്ന. അപ്പോൾ 4-5 സെൻറ്റൊക്കെ മേടിച്ചിട്ട് വീടൊക്കെ കെട്ടി വലിയ മതിലൊക്കെ കെട്ടിയിട്ട് നമ്മൾ ഇതിനുള്ളിൽ ഇതിൻ്റെ ഗൃഹസ്ഥനാണ് എന്ന് പറഞ്ഞിട്ടിരിക്കാറുണ്ടെന്ന്. അപ്പോൾ ഒരറ്റത്ത് കക്കൂസിൻ്റെ കുഴിയെടുക്കും, ഒരറ്റത്ത് നമ്മൾ എന്ത് ചെയ്യും, കുടിക്കാനുള്ളതായ സന്ദർഭത്തെയും ചെയ്യും. അത് അരിച്ചരിച്ചരിച്ച് വരുന്നതനുസരിച്ചിട്ട് അത് ശുദ്ധമായിട്ടിരിക്കും എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഇത്ര ദൂരം വേണമെന്നൊക്കെ ചിന്തിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുപോലെ ലോകത്തിൽ വെള്ളമില്ലാത്ത രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അവർ മണൽപ്പരപ്പിലൂടെയൊക്കെ വെള്ളം ഒലിപ്പിച്ച് അതിനനുസരിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം അത് ഉപയോഗിക്കുന്ന സന്ദർഭം വരെ ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അത് നോക്കിയാലും നമുക്ക് മനസ്സിലാകും ജീവിതത്തിൽ ആ ജലത്തിൻ്റെ പ്രാഥമ്യവും അതിൻ്റേതായ സ്വച്ഛവും നിർമ്മലവുമായിരിക്കുന്ന ഭാവവും. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര കണ്ടിട്ട് മലീമസമായ കാര്യങ്ങളോട് കൂടിയിട്ടുള്ളതായ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടതായിട്ട് വന്നാലും താദൃശമായ കുലങ്ങളിൽ തന്നെ ജനിക്കേണ്ടതായിട്ട് വന്നാലും അതുകൊണ്ടൊന്നും ഈശ്വരനെ ആശ്രയിക്കുന്നൊരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതായിട്ടില്ല എന്ന്. അപ്പോൾ പ്രഹ്ലാദൻ എവിടെയാണ് ജനിച്ചിട്ടുള്ളത്? അസുരന്മാരുടെ കൂട്ടിലാണ് ജനിച്ചു വിടുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ വിജൃംഭിപ്പിക്കത്തക്ക തരത്തിലുള്ളതായ സർവ്വസാമർഥ്യവും അച്ഛൻ പയറ്റുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ സംരക്ഷകനായിട്ട് ഭഗവാൻ ഉണ്ടായിരുന്നതിൻ്റെ ഫലമായി ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്നുവരെ എടുത്തിട്ടില്ലാത്ത തരത്തിലുള്ളതായ നരഹരി രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതായ സന്ദർഭവും നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ എന്ന്. അതുപോലെ ഭഗവതി ദേവിയാണെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട്. കലിബാധ കൊണ്ടിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടിരിക്കുന്നതായ എനിക്ക് വൃന്ദാവനത്തിൽ വന്നപ്പോഴാണ് സ്വല്പം സജീവമായ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് കഴിയുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദ്രൗപദീജ പരിത്രാത ഏന കൗരവ കശ്മലാത്, കൗരവന്മാരുടെ കശ്മലത്തിൽ നിന്നും യാതൊരു ഭഗവാനാണോ രക്ഷിച്ചിട്ടുള്ളത്, ആ ഭഗവാൻ എവിടെയും പോയിട്ടില്ല, ആ ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. അത്തരത്തിൽ നിനക്ക് ആ പുഷ്ടിയും തുഷ്ടിയുമൊക്കെ ഉണ്ടാക്കി തീർക്കാനും ജ്ഞാനവൈരാഗ്യങ്ങളെ വിവൃദ്ധമാക്കി തീർക്കാനുമുള്ളതായ അവസരമുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുന്നതായ സന്ദർഭവും നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ എന്ന്. അതുകൊണ്ട് എന്തെല്ലാം പ്രാരാബ്ധങ്ങൾ നമുക്ക് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും ഏതെല്ലാം തരത്തിലുള്ളതായ പീഡകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം ചുറ്റുപാടുകളിലേക്ക് നോക്കാനായിട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ലോകത്തിലുള്ളൂ എന്ന്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഈ ജലം ഏത് തരത്തിലാണോ സംശുദ്ധമാക്കി തീർക്കാനുള്ളതായ ബാഹ്യമായ പ്രയത്നം ചെയ്യുന്നത്, അതുപോലെ ആന്തരികമായിരിക്കുന്ന ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ അതിന് ജപമോ ധ്യാനമോ ഉപവാസമോ ഏത് തരത്തിലുള്ളതായ സാധനയാണ് നമുക്ക് നിർവഹിക്കാനായിട്ട് കഴിയുക.
അത്തരത്തിൽ ആ സാധനയിലൂടെ ഭഗവാനിൽ ചിത്തസമർപ്പണം ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ശനൈരൂപരമേ സാവധാനതയാ മനസ്സിനെ ശുദ്ധമുണ്ടാക്കി തീർക്കാനും ശുദ്ധമായ അന്ധകരണത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാനും ആ ജീവന രസത്തിന് ഉപരിയായിരിക്കുന്ന നിത്യമായ രസം, രസോ വൈ സഹ എന്നാണല്ലോ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. രാസക്രീഡയൊക്കെ വായിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ രസത്തിനും അധികമായിരിക്കുന്ന രസമാണ് ഭഗവാൻ എന്ന് നമുക്ക് കാണാം. അപ്പം ആ രസം തന്നെ നമുക്ക് അനുഭവിക്കാനുള്ളതായ ഭാവമുണ്ടാവും. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത് അനന്തമായ സാധ്യതകളിലേക്ക് എത്താനുള്ളതായ സാഹചര്യങ്ങൾ മനുഷ്യജന്മം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. വീണ്ടും അഗ്നിയെ എടുത്ത് നോക്കൂ. സർവ്വതിനെയും ദഹിപ്പിക്കാനുള്ളതായ ഭാവമാണ് അതിനുള്ളതെന്ന്. അപ്പം ജ്ഞാനം നരാണാമധികോ വിശേഷോ ജ്ഞാനേന ഹീന പശുഭി സമാന. ശരിയായിരിക്കുന്ന ജ്ഞാനം, വിശേഷജ്ഞാനം, ആധ്യാത്മികമായിരിക്കുന്ന ജ്ഞാനമുണ്ടാക്കി തീർക്കാനായിട്ട് സാധിച്ചാൽ ഒരു വൈക്കോൽ തുറി എങ്ങനെയാണോ തീപ്പട്ടിക്കൊള്ളിക്കൊണ്ടിട്ട് ദഹിക്കപ്പെടുന്നത് അതുപോലെ ഈ സംസാരത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ദഹിപ്പിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ളതായ പരമവൈഭവമാണ് വാസ്തവത്തിൽ ഭാഗവത കഥാഗോളങ്ങളുടെ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് സമ്പാദിക്കാനായിട്ട് കഴിയുക എന്നും ഇവിടം കൊണ്ടിട്ട് മനസ്സിലാക്കി തരികയാണെന്ന്. അതുകൊണ്ട് പലതരത്തിലുള്ളതായ വിദ്യകളും നമ്മൾ ഓടി നടന്ന് പഠിക്കുന്നുണ്ട്. ആധുനികമായിരിക്കുന്ന വിദ്യകൾ കണ്ടുപിടിക്കുന്നതനുസരിച്ചിട്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? ലോകം മുഴുവൻ ഓടി നടക്കുകയാണെന്നാണ്. എവിടെ ചെന്നാൽ 4 കാശ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ജീവിതം എങ്ങനെ സുഗമമാക്കി തീർക്കാനായിട്ട് സാധിക്കും? അച്ഛനും അമ്മയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ കഴിയട്ടെ, നമുക്കിപ്പോൾ അവരെ നോക്കിയിരുന്നാൽ പോരല്ലോ, ജോലിയല്ലേ പ്രധാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോകത്തിൻ്റെ നാനാകോണുകളിലും ഓടിയെത്തുന്നതായ ഒരു കാലമാണുള്ളതെന്നാണ്. അപ്പം അങ്ങനെയുള്ളതായ